യെസ്. ഇപ്പോൾ അബിൻ വർക്കി ചേരുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതാവാണ്. അബിൻ വർക്കി, താങ്കളടക്കം കഴിഞ്ഞ ദിവസം പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇനിയിപ്പോൾ എങ്ങനെയാണ് അടുത്ത ഒരു നടപടി എന്ന് പറയുന്നത്? നമുക്കറിയാം, നിയമവിദഗ്ധരടക്കം ഇപ്പോൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, പോലീസിന്റെ ഭാഗത്ത് അപക്വത ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പെരുമാറ്റമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ആദ്യത്തെ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമായിരുന്നു. അത് പോലീസ് നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു തുടർ നീക്കങ്ങൾ? തീർച്ചയായിട്ടും ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കൃത്യമായ തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് പല നടിമാരും മൊഴി നൽകിയിട്ടുള്ളത്. ആ തെളിവുകൾ അടിസ്ഥാനപ്പെടുത്തി മൊഴി നൽകുമ്പോൾ അതിന്മേൽ എഫ്ഐആർ എടുത്ത് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുക എന്നുള്ളത് ഒരു സാമാന്യ നീതിബോധത്തിന്റെ യുക്തിയാണ്. അത് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 4.5 കൊല്ലമായി ഈ റിപ്പോർട്ട് കോൾഡ് സ്റ്റോറേജിൽ വെച്ച് ഇത് ആരെയോ സംരക്ഷിക്കാനാണ് ഈ സർക്കാർ ശ്രമിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പൊ ഈ റിപ്പോർട്ടിൽ തന്നെ പേര് പരാമർശിക്കുന്നില്ലെങ്കിലും വളരെ ഡയറക്റ്റായി സൂചന നൽകുന്ന ശ്രീ KB ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ വളരെ കൃത്യമായ നടപടികൾ എടുക്കേണ്ടതുണ്ട്. ഈ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനകത്ത് സെക്ഷൽ അസോൾട്ട്, എക്സ്പ്ലോയിറ്റേഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ ഒരു വിഷയത്തിൽ ഈ റിപ്പോർട്ട് തന്നെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ റേപ്പ് കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവങ്ങളുടെ തെളിവുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. വാട്സപ്പ് സന്ദേശങ്ങളും രേഖകളുമായുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇത് ചെയ്തവരെ എന്തിനാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇപ്പോ എ എന്ന് പറയുന്ന വ്യക്തിയെ ബി പീഡിപ്പിച്ചാൽ എയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യരുത് എന്നുള്ളത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ നിയമത്തിന്റെ ഉള്ളിൽ വരുന്ന കാര്യമാണ്. കാരണം ഒരിക്കലും അത് റിവീൽ ചെയ്യാൻ സാധിക്കില്ല, അത് ചെയ്യുകയും ചെയ്യരുത്. പക്ഷേ ബി എന്ന് പറയുന്ന പീഡകന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യരുത് എന്ന് ഏത് നിയമമാണ് പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അപ്പൊ സർക്കാർ എടുത്തിരിക്കുന്ന ആ നിലപാട് അത് വളരെ ദുരൂഹമാണ്. നമുക്ക് ഇതിനകത്ത് കൃത്യമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഞങ്ങൾ കൃത്യമായി ഇന്നലെ DGPക്കും കേരള വനിതാ കമ്മീഷനും പരാതി നൽകിയിരുന്നു. ആ പരാതി ഇന്ന് ലോ ആൻഡ് ഓർഡർ DGP ADGPക്ക് കൈമാറിയിട്ടുണ്ട് എന്നുള്ള സന്ദേശം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ തുടർ നടപടികൾ നോക്കിക്കൊണ്ട് നിയമവിദഗ്ധരുമായി ആലോചിച്ചുകൊണ്ടുള്ള തുടർ നിയമ നടപടികൾ ഉണ്ടാകും. തീർച്ചയായും ശ്രീ അബിൻ വർക്കി, നേരത്തെ യൂത്ത് കോൺഗ്രസ് നേതാവ് തന്നെയാണ് ദുൽകിഫിൽ. അദ്ദേഹം പറഞ്ഞത് കോടതിയെ സമീപിക്കും എന്ന് തന്നെയാണ്. താങ്കളിപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇതിൽ ഭാവി നടപടി എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം ഇനി തുടർ നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും വളരെയധികം നന്ദിയുണ്ട് ശ്രീ അബിൻ വർക്കി ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചതിന്.